ഇല്ല, ആള് തന്നെ എന്നെ എടുക്കാൻ പറഞ്ഞു. ആദ്യം കണ്ടോലെ പഞ്ചഭാവം കൊച്ചു. അതെനിക്ക് കുറച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, കുറച്ചുകൂടെ വൈകായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ തീർത്തും പാവമൊന്നുമല്ല. പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പാവമെന്ന്. ആദ്യം തന്നെ ടെൻഷൻ തോന്നല്ലോ, ഇത് ഇത്രയും ഒരു പാവം കൊച്ചു, എന്റെ ദൈവം ഞാൻ ഇച്ചിരി ഭയങ്കരനാണെങ്കിലും അപ്പൊ പിന്നെ സംസാരിക്കുമ്പോൾ അയ്യോ പാവം കൊച്ചുന്ന. പക്ഷെ അല്ലല്ല, അത്രയ്ക്ക് നിന്നോളൂ. പേഴ്സണലി സംഗീത നന്ദു ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. Nandu and I've been friends since 2017. അപ്പോൾ നന്ദുവും എന്നെ ഇവര് കളിയാക്കി വിളിക്കുന്നത് ബ്രോക്കർ എന്നാണ്. കാരണം നന്ദുവിനെയും സംഗീതിനെയും പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാ. സംഗീത എനിക്ക് അറിയാവുന്നത് ഗോപിക വഴിയാ. ഗോപിക ആൻഡ് സംഗീത ഫ്രണ്ട്സ് ആയിട്ട് 10+ years ആയി. ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചു, ഒരുമിച്ച് UK വർക്ക് ചെയ്യുന്നു, ഒരുമിച്ച് എല്ലാം ഒരുമിച്ചാണ് കുറേ നാളായിട്ട് ചെയ്യുന്നത്. ആൻഡ് നന്ദു അതിനുശേഷം ആര്യാണ് ഞങ്ങളുടെ ലൈഫിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് സീൻ ദം സോ ഹാപ്പി ടുഗെദർ. ഞങ്ങളുടെ ആക്ച്വലി ഒരു ടിപ്പിക്കൽ ലവ് സ്റ്റോറി ഒന്നും അല്ല. ഞങ്ങൾ ആക്ച്വലി മാട്രിമോണിയിൽ തന്നെയാണ് പ്രൊഫൈൽ ഐഡിയും കാര്യം കണ്ടത്. പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണത്. പിന്നെ ഞങ്ങൾ UK താമസിക്കുന്നെങ്കിലും ഞങ്ങളവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ ടിപ്പിക്കൽ രീതിയിൽ തന്നെ ഒരു പെണ്ണുകാണൽ പോലെ ആങ്ങളുടെ അടുത്ത് പോയി ആണ് പെണ്ണുകാണലേക്ക് കണ്ടത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ ഞങ്ങൾ സംസാരിച്ചു, പിന്നെ ഞങ്ങൾ സെയിം വൈബാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ കൂടുതൽ അടുത്തു. പിന്നെ എല്ലാം പടപടാന്നായിരുന്നു, സ്പീഡിലായിരുന്നു കാര്യങ്ങളൊക്കെ. നാട്ടിൽ ഞാൻ ഓണത്തിന് കഴിഞ്ഞാൽ വന്നു, വീട്ടിൽ പോയി കണ്ടു, അച്ഛനെ അമ്മയെ ഇഷ്ടപ്പെട്ടു, 2 കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാകുമ്പോഴേ ഞങ്ങൾക്ക് ഫ്രണ്ട് സർക്കിളും ഗ്യാങ്ങും അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ അടുക്കാനും പെഴുകാനും പറ്റി. പിന്നെ വേറൊരു കാര്യം ജസ്റ്റ് പറയാൻ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞല്ലോ. ഞാൻ ആക്ച്വലി ഇവളെ ഈ ഒഫീഷ്യലായിട്ട് കാണുന്നതിന് മുമ്പേ 2 വർഷം മുമ്പേ ഈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒരു ഫംഗ്ഷനിൽ ഒരു പരിപാടിക്കിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അങ്ങനെ കണ്ടുപോയതുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സ്വപ്നത്തിൽ പോലും ആലോചിക്കുന്നില്ലായിരുന്നു ഇങ്ങനെ പിൽക്കാലത്ത് ഇങ്ങനെ കാണപ്പെടുകയും ഇങ്ങനെ ഭാര്യയായി വരുന്ന ഇവളാണെന്ന് അന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. അവരുടെ സ്റ്റോറി ഭയങ്കര രസമാണ്. ദേ സീൻ ഈച്ച് അതർ. ലൈക്ക് ആദ്യം ഒരു വട്ടം എൻ്റെ കൂടെ നന്ദു വന്നപ്പോൾ അവർ ഒന്നിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ വിയർഡസ്റ്റ് തിങ് ഈസ് അന്ന് സംഗീത നന്ദുവും ഭയങ്കര പുച്ഛമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇഷ്ടമല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനായിട്ട്. അപ്പൊ രണ്ടുപേരും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ജോയിൻ ആവത്തില്ല. അതായിരുന്നു എന്റെയും ധൈര്യം. പിന്നെ നമ്മൾ ഒപ്പിച്ചു കൊടുത്താലും ഇവർ തമ്മിലൊന്നും ഒരിക്കലും ജോയിൻ ആയി പോകത്തില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇവർ രണ്ടുപേരും ഭയങ്കര എക്സ്ട്രീം ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആയിട്ടുള്ള 2 ആൾക്കാരാണ്. അവരെങ്ങനെ നോർത്ത് പോളിലും സൗത്ത് പോളിലും നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ഒന്നിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ദേ ആർ വെരി ഹാപ്പി ടുഗദർ. കണ്ണുകൾ சொல்லுமோர் கவிதை என் மனம் கேட்டது நிலவை போல் விழிகள் விழும்போது என்னை நிலவை போல் விழிகள் விழும்போது என்னை தொடாமல் தொட்டு சென்ற நேரம் உண்மை காதல் மலர்ந்திட என் அருகில் மழை சாரல் அடித்திட வானம் தெளிந்திட என் வாழ்க்கையில் வண்ணம் நிறைந்திட காதல் மலர்ந்திட என்
wish them, yeah, a happy life married together. life. Yeah.